ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ സ്കൂൾ ബസ് മണ്ണാർക്കാട് ജോയിന്റ് ആർടിയുടെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പിടികൂടി. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിലെ കുട്ടികളുമായി പോയ ബസ്സാണ് നിയമലംഘനം നടത്തി ഓടിയതിന് കസ്റ്റഡിയിലെടുത്തത്. സാധാരണ ഒരു വണ്ടി ഞങ്ങൾ റോഡിൽ നിന്ന് കൈകാണിച്ച് മുമ്പ് നിലവിൽ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഈ മാസം 10-ാം തീയതിക്ക് കഴിഞ്ഞതാണ്. സാധാരണഗതിയിൽ ഫിറ്റ്നസ് എടുക്കാത്ത സ്കൂൾ വാഹനങ്ങളെ ഞങ്ങൾ നേരിട്ട് പോയിട്ട് സ്കൂളിൽ പോയി പിടിക്കുന്നതാണ്. ഇത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മണ്ണാർക്കാട് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ്. മണ്ണാർക്കാട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഈ വാഹനം ഞങ്ങൾ ഇതിന് മുന്നേ പിടിച്ചേനെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റോഡിലിറങ്ങി തടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് KTM-ൽ ഓടാനുള്ള വാഹനം എന്നുള്ളത് മണ്ണാർക്കാട് ആറ്റോമിക് രജിസ്റ്റർ ചെയ്ത് ഓടാൻ പാടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് പെർമിറ്റ് അപ്പം ഇല്ല. കുട്ടികളെ കയറ്റിപ്പോവുകയായിരുന്ന ബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഉദ്യോഗസ്ഥർ ബസിനെ പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഗുരുതരമായ മറ്റു ക്രമക്കേടുകൾ കൂടി പുറത്തുവന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ഒരു സ്കൂളിന്റെ പേരിലാണ് നിലവിൽ ഈ ബസിന്റെ രേഖകളുള്ളത്. എന്നാൽ വാഹനം സർവീസ് നടത്തുന്നത് മണ്ണാർക്കാടുമാണ്. മണ്ണാർക്കാട് RTOയുടെ ഔദ്യോഗിക ഡാറ്റയിൽ ഉൾപ്പെടാത്തതും ഫിറ്റ്നസ് പോലുമില്ലാതെ കുട്ടികളെയുമായി നിരത്തിലിറങ്ങിയതും അതീവ ഗുരുതര വീഴ്ചയാണെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ് വ്യക്തമാക്കി. രജിസ്റ്റർ ചെയ്യാത്ത വാഹനമാണ്. അപ്പൊ ഇതുപോലുള്ള പല വാഹനങ്ങളും സർവീസ് നടത്തുന്നതായിട്ട് ഇപ്പൊ നമ്മളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സമയവും സ്കൂൾ ടൈമുകളിൽ സ്കൂളിലേക്ക് കുട്ടികൾ വരേണ്ട സമയങ്ങളിൽ ഞങ്ങൾ റോഡിലിറങ്ങി വാഹനം പരിശോധിക്കുകയാണ്. അങ്ങനത്തെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ ഇറക്കിക്കൊണ്ടുവരായിരുന്ന വാഹനം ടിപ്പു സുൽത്താൻ റോഡ് മുക്കണ്ണത്ത് വെച്ചിട്ട് ഞങ്ങൾ കണ്ടത്. അതിന്റെ പുറകിൽ വരികയായിരുന്നു. ഈ സ്കൂളാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ റെപ്യൂട്ടഡ് ആയിട്ട് നടത്തപ്പെടുന്ന സ്കൂളുകളുടെ ലിസ്റ്റിലാണ് ഞങ്ങൾ ഈ സ്കൂളൊക്കെ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് വാഹനം കയറ്റിയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള അവസ്ഥ വാഹനത്തിൽ നിറയെ കുട്ടികളെയായിട്ട് സർവീസ് നടത്താൻ തയ്യാറായി ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. തൽക്കാലം നമ്മൾ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത് കുട്ടികളെ മറ്റുള്ള യാത്രാ സൗകര്യത്തിന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ അധ്യാപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഡ്രൈവറോടും ഇതിന്റെ ചാർജുള്ള അധ്യാപകനോടും ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ജോയിന്റ് ആർടിഒ കണ്ട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫിറ്റ്നസ് ഇല്ലാത്തതിനും പെർമിറ്റ് ഇല്ലാത്തതിനും ബാക്കിയുള്ള നമ്മൾ വാഹനം പരിശോധിച്ച് കണ്ട ഒഫൻസുകളുടെ പേരിൽ ഇപ്പോൾ നമ്മൾ ഈ ചലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് വകുപ്പ് പ്രഥമ പരിഗണന നൽകുന്നത്. നിയമലംഘനം നടത്തിയ സ്കൂൾ അധികൃതർക്കും ബസ് ഡ്രൈവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. CCN മണ്ണാർക്കാട്.